ഒരു ദിവസം മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നിൻ്റെ നാമം എന്താണ്? നിൻ്റെ പേരെന്താണ്? നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യമൊക്കെ ശരിയാണ്, പക്ഷെങ്കിൽ ഞാൻ ഏത് പേരാണ് നിന്നെ വിളിക്കേണ്ടത്? ദൈവം മോശയോട് ഒരിക്കലും ആരും പറയാത്ത ഒരു പേര് പറഞ്ഞു. എന്താണ് ആ പേരെന്നറിയാമോ? ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ ആയിരുന്നു, ഇന്നും ഞാനാണ്. ഇന്ന് ഞാൻ ആകുന്നു, നാളെ ഞാനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അനിന്ദ്യനായ ദൈവം, ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവം, ഇന്നലെയും ഇന്നും എന്നും ദൈവം ഒരുപോലെ തന്നെ. അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം സ്നേഹം തന്നെ ആണെന്ന് പറയുമ്പോൾ, ഇന്നലെ ദൈവം സ്നേഹമായിരുന്നു, ഇന്നും ദൈവം സ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നും ദൈവം സ്നേഹം തന്നെ ആയിരിക്കും. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരും അവർ സ്ഥിരമനസ്സരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്കെന്തെങ്കിലും കഷ്ടത വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു അനർത്ഥം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു വേദനയുടെ ഭാഗം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഉപവാസം പ്രഖ്യാപിക്കുന്നു, ദൈവത്തോട് അടുക്കുന്നു. ആരും നമ്മളെ സഹായിക്കുവാൻ ഇല്ല എന്ന് ബോധ്യമാകുമ്പോൾ നമ്മൾ അവസാനമായി ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തെ കണ്ടെത്തുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കുവാൻ നമ്മൾ അനേകരെ നമുക്ക് കൂട്ടുചേർന്ന് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു കൂട്ടായ്മ തരുവാൻ നമ്മൾ പലരെ ക്ഷണിക്കുന്നു. അനേക പ്രവാചകന്മാരെയും അനേക സന്ദേശങ്ങൾ തരുവാനും ആലോചനകൾ തരുവാനും വേണ്ടി നമ്മൾ പലരെയും ദൂരത്ത് നിന്ന് വിളിച്ചു കൊണ്ടുവരുന്നു. എല്ലാം കൊണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വിടുതൽ നാം ആഗ്രഹിക്കുന്നു. അത് നല്ല കാര്യം തന്നെ. ദൈവം അതിലൊക്കെയും പ്രസാദിക്കുന്നു. എന്നാൽ ദൈവം നമ്മെ വിടുവിച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കൂ, ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില കാര്യങ്ങൾ ഏറ്റു പറയുന്നുണ്ട്. താൻ പറയുന്നു, ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ ദൈവത്തോട് നിലവിളിച്ചു, അവൻ ഞങ്ങളെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. പക്ഷെങ്കിൽ ഞങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥിരമായിരുന്നില്ല. ഞങ്ങൾക്ക് സുഖം കിട്ടിയപ്പോൾ, ഞങ്ങൾക്ക് ഉയർച്ച വന്നപ്പോൾ, ഞങ്ങളുടെ താഴ്ചയിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതലുണ്ടായപ്പോൾ ഞങ്ങൾ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. നാം കഷ്ടതയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു, നഷ്ടത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു, രോഗത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അനേകർ നമ്മളെ കൈവിടുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, അനേക പരീക്ഷകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവം നമ്മുടെ കണ്ണുനീര് കണ്ട്, നമ്മുടെ നിലവിളി കേട്ട് നമ്മെ വിടുവിക്കുവാൻ ഇറങ്ങി വരുന്നു. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കഷ്ടത മാറുമ്പോൾ ദൈവത്തെ നമ്മൾ വിട്ടുകളയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഒരു ഭക്തനായവനെ, ഒരു സ്ഥിരമാനസനെ നമ്മുടെ മുൻപിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില സന്ദേശങ്ങൾ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം അതിൻ്റെ 6-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. എന്ന് പറഞ്ഞാൽ അവൻ വീട്ടിൽ ചെന്ന ഉടനെ തുറന്നതല്ല. സ്ഥിരമായിട്ട് അവൻ ആ യെരുശലേമിന് നേരെ അവൻ്റെ കിളിവാതിൽ തുറന്നിരിക്കുകയാണ്. അത് തുറന്നു വെച്ച് അത് അടയ്ക്കാറില്ല. അതിനുശേഷം എഴുതിയിരിക്കുന്നത്, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ തന്നെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. നോക്കൂ, ദാനിയേൽ ഇപ്പോൾ ഒരു പ്രശ്നത്തിലായിരിക്കുകയാണ്. ദാര്യാവേശ് രാജാവിൻ്റെ അടുത്ത് ദാനിയേലിൻ്റെ ശത്രുക്കൾ ചെന്ന് എങ്ങനെയെങ്കിലും ദാനിയേലിനെ വകവരുത്തുവാൻ ഒരു ബൃഹത്തായ ബുദ്ധിപൂർവമായ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. ദാര്യാവേശ് രാജാവിനോട് അവർ ചെന്ന് പറയുകയാണ്, രാജാവേ, യജമാനനെ, അങ്ങേപ്പോലെ ഒരു മഹാനായ വ്യക്തി, ഒരു രാജാവ് ഈ ബാബിലോണിൽ ഉണ്ടായിട്ടില്ല. ഒരു 30 ദിവസത്തേക്ക് അങ്ങേ മാത്രമേ നമസ്കരിക്കാവൂ എന്ന ഒരു കഠിന നിയമം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ അങ്ങയോട് എത്ര പേർക്ക് ഭക്തിയുണ്ട്, എത്ര പേർക്ക് ബഹുമാനമുണ്ട്, അങ്ങേ ആരൊക്കെ ഭയപ്പെടുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനൊക്കത്തുള്ളൂ.
ദാര്യാവേശിന് ഈ കാര്യം കേട്ടപ്പോൾ വളരെ സന്തോഷമായിപ്പോയി. താൻ പെട്ടെന്ന് അതിന് വേണ്ടപ്പെട്ട രേഖകൾ ഉണ്ടാക്കി. ഒരിക്കലും മാറ്റമില്ലാത്ത ആ ബാബിലോന്യ രാജാക്കന്മാരുടെ മാറ്റമില്ലാത്ത ആ മുദ്ര മോതിരം കൊണ്ട്, അതുകൊണ്ട് മുദ്ര ചെയ്താൽ അത് മാറ്റുവാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. അത് മുദ്ര ചെയ്ത് ഉറപ്പാക്കി ഒരു രേഖയുണ്ടാക്കി അത് നിയമമാക്കി അത് പരസ്യപ്പെടുത്തി. ദാനിയേലിന് കാര്യം മനസ്സിലായി. ഇത് ദാനിയേലിന് എതിരായി ഉണ്ടാക്കിയിരിക്കുന്ന ശത്രുവിൻ്റെ വലിയ ഒരു പദ്ധതിയാണെന്ന് ദാനിയേലിന് വ്യക്തമായി മനസ്സിലാക്കി. പക്ഷേ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് ദാനിയേലിന് അറിയാം. ഈ ഒരു പ്രശ്നം കൊണ്ട് ദാനിയേലിനെ വകവരുത്തുവാൻ ദാര്യാവേശ് രാജാവിനെ നമസ്കരിക്കാത്തവരെ സിംഹക്കുഴിയിലിടണമെന്ന് ഉള്ള ഒരു വ്യവസ്ഥ, ഒരു നിയമം പാസ്സാക്കി അത് പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ആ വിഷയത്തിൽ ദാനിയേലിന് അല്പം പോലും പ്രയാസമില്ല. താൻ ആ വിവരമെല്ലാം അറിഞ്ഞും കൊണ്ട് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ തന്നെ, മാറ്റമൊന്നുമില്ല, ഒരു ദിവസം 3 പ്രാവശ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാൻ തുടങ്ങി. എന്താണ് ഈ 3 ദിവസം ഒരു ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ? പ്രഭാതത്തിൽ, ഉച്ചയ്ക്ക്, വൈകിട്ട്. എന്നാണ് ഈ പ്രഭാതത്തിലെ മുട്ടുകുത്തലിൻ്റെ പ്രാധാന്യത? നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനത് നിർവഹിക്കും. ദുർഘടങ്ങളെ നിനക്ക് മുമ്പായി ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നേരെയാക്കി, വളഞ്ഞതൊക്കെയും നേരെയാക്കി, അതിലെ ശത്രുപരമായിട്ടുള്ളതായ ആപത്ത് വരാവുന്ന, അനർത്ഥങ്ങൾ വരാവുന്നതായ അനേക ബാധകൾ നിനക്ക് മുൻപിൽ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും നിർവീര്യമാക്കിക്കൊണ്ട് നിന്നെ സുഗമമായ പാതയിൽ നടക്കുമാറാക്കുന്നു. ദൈവത്തിനും സ്തോത്രം. എന്താണ് ഈ ഉച്ചയ്ക്കത്തെ മുട്ടുകുത്തൽ, ഉച്ചയ്ക്കത്തെ പ്രാർത്ഥന എന്താണ് ഈ ഉച്ചയെന്ന് കാണിക്കുന്നത്? അത് ആ ഒരു ദിവസത്തിൻ്റെ ചൂടേറിയ സമയം, പരീക്ഷയുടെ സമയം, അഗ്നിശോധനയുടെ സമയം, നിനക്ക് താങ്ങുവാൻ കഴിയാത്തതായ പരീക്ഷകളിൽ കൂടെ, മനപ്രയാസങ്ങളിൽ കൂടെ, മനോവേദനകളിൽ കൂടെ, അനേക രോഗങ്ങളുടെ മൂർച്ഛന്യ അവസ്ഥകളിൽ കൂടെ ഒക്കെയും കടന്നു പോകേണ്ടതായ ഒരവസ്ഥ. ആ സമയവും നീ എന്ത് ചെയ്യുന്നു? നിൻ്റെ മുമ്പേ ചെയ്തു വരുന്നത് പോലെ നീ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നു. അതിനുശേഷം വൈകിട്ടത്തെ പ്രാർത്ഥനയാണ്. എന്താണ് ഈ വൈകിട്ടത്തെ പ്രാർത്ഥന? അതുകൊണ്ടെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇരുട്ടിൻ്റെ മറവിൽ, രാത്രി ഇവിടെ യാമങ്ങളിൽ നിനക്കെതിരായി പോരാടുന്നതായ, നിനക്കെതിരെ സംഹാര താണ്ഡവങ്ങൾ, അല്ലെങ്കിൽ ആ സംഹാര ശക്തി നിനക്കെതിരായി പലയിടത്തും നീ അറിയാത്ത പാതകളിൽ കൂടെ കടന്നു വരുമ്പോൾ, ഇരുട്ടിൻ്റെ മറവിൽ ആരും അറിയാതെ നിൻ്റെ കൺമുൻപിൽ അല്ലാതെ നിനക്ക് മറഞ്ഞിരുന്നും കൊണ്ട് നിനക്കെതിരായി പ്രവർത്തിക്കുന്ന അനേക പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, നിന്റെ കൂടാരത്തിന് ചുറ്റും അടുക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ദൂതന്മാരെ കൊണ്ട് നിന്റെ ഭവനം കാവൽ ചെയ്യുന്നതായ ഒരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഇതാണ് 3 നേരത്തെ പ്രാർത്ഥന. ദാനിയേൽ ഇത് വർഷങ്ങളായി തൻ്റെ ചെറുപ്പം മുതൽ പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു ദൈവഭക്തനാണ്. സിംഹക്കുഴിയിൽ ഇടുവാൻ, ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ വിധി കൽപ്പിച്ചിരിക്കുന്ന ഈ വിധിക്ക് മുൻപിൽ ദാനിയേൽ അചഞ്ചലനായി നിന്നു. കാരണം തനിക്ക് മുമ്പ് ദൈവത്തിൻ്റെ ദൂതൻ സിംഹത്തിൻ്റെ കുഴിയിൽ ഇറങ്ങുമെന്ന് ദാനിയേലിന് നല്ല നിശ്ചയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം. തനിക്ക് മുമ്പേ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുമെന്ന് ദാനിയേലിന് നന്നായിട്ട് അറിയാം. ആ സിംഹത്തെ സൃഷ്ടിച്ചവൻ, സിംഹത്തോട് കൽപ്പിക്കുവാൻ, സംസാരിക്കുവാൻ മനുഷ്യന് കഴിവില്ലെങ്കിലും ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ ഭാഷ സിംഹത്തിന് മനസ്സിലാകും. ദൈവത്തിന് കാരണം ദൈവമാണ് അതിന് ജീവൻ കൊടുത്തത്. ദൈവം അതിൻ്റെ വായെ പൂട്ടിക്കളയുവാൻ, അതിൻ്റെ വായെ മൂടിക്കളയുവാൻ ദൈവത്തിൻ്റെ ശബ്ദം കൊണ്ട് സാധിക്കും. അതാണ് ദാനിയേൽ വിശ്വസിച്ചത്. ദാനിയേൽ കുലുങ്ങിയില്ല. സന്തോഷത്തോടെ ആ സിംഹക്കുഴിയിലേക്ക് മാർച്ച് ചെയ്തു. അവൻ്റെ പോക്ക് കണ്ട് അചഞ്ചലനായി, ഒട്ടും വിഷമിക്കാതെ, ഒരു കണ്ണുനീരുമില്ലാതെ സ്തോത്രം ചെയ്തും കൊണ്ട് താൻ സിംഹക്കുഴിയുടെ പാതയിലേക്ക് പോകുന്നത് കണ്ട് തൻ്റെ ശത്രുക്കൾ അത് വിറച്ചുപോയി. ഇതെന്തൊരു ധൈര്യമുള്ള മനുഷ്യൻ! ഇവൻ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് അവർക്ക് പോലും ഒരു തിട്ടം പോലും കിട്ടിയില്ല. എന്നാൽ ഒരു ദിവസത്തിന് ശേഷം അവൻ്റെ ശത്രുക്കൾ തന്നെ ആ സിംഹത്തിൻ്റെ കുഴിയിൽ സിംഹത്തിൻ്റെ വായ്ക്ക് ഇരയായി തീർന്ന അനുഭവം നമുക്കവിടെ വായിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ തകർച്ചയിൽ മാത്രമല്ല,
നിൻ്റെ ദുഃഖത്തിൽ മാത്രമല്ല, നിൻ്റെ വേദനയിൽ മാത്രമല്ല, നിൻ്റെ സന്തോഷത്തിലും ഉയർച്ചയിലും അഭിവൃദ്ധിയിലും മാനത്തിലും ലാഭത്തിലും നീ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു നോക്കൂ, ദൈവത്തിന് സ്തോത്രം ചെയ്തു നോക്കൂ. നിൻ്റെ പതിവിനെ വ്യത്യാസം വരുത്താതെ നീ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉള്ളവനായി തീരട്ടെ. നിനക്ക് വേണ്ടി ഒരു പ്രത്യേക ഉപവാസ പ്രാർത്ഥന നീ പ്രഖ്യാപിച്ചതുകൊണ്ട് നിൻ്റെ കണ്ണുനീര് കണ്ടും വേദന കണ്ടും ദൈവം ഒരു പക്ഷെങ്കിൽ ചില വിടുതലുകൾ നിനക്ക് തന്നേക്കാം. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വ്യവസ്ഥ. എന്നാൽ നിന്നെ വീണ്ടും ലാഭപ്പെടുത്തുവാൻ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ വീണ്ടും ദൈവം നിന്നെ സ്നേഹിക്കൊണ്ട് അവൻ്റെ ചാരയെ കൊണ്ടുവരുവാൻ ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷകൾ നിനക്ക് തരേണ്ടതായിട്ട് വരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അവരോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതിലൊന്ന്, പരീക്ഷയിലേക്ക് കർത്താവേ ഞങ്ങളെ വിടരുത് എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിച്ച് ചില പരീക്ഷകളിൽ കൂടെ ഭക്തന്മാരെ വിടും എന്നാണ് അവിടെ അർത്ഥം. ഇയ്യോബിന് അങ്ങനെയാണ് സംഭവിച്ചത്. ഇയ്യോബിന് എതിരായി പിശാചി എന്ന് ദൈവത്തോട് വാദിക്കേ, നീ അവൻ്റെ ശരീരത്തെ ഒന്ന് തൊട്ടു നോക്കൂ, അവൻ്റെ സുഖത്തെ ഒന്ന് തൊട്ടു നോക്കൂ, അവൻ്റെ സമ്പത്തിനെ ഒന്ന് തൊട്ടു നോക്കൂ, അവൻ്റെ പുത്രസമ്പത്തിനെയും പുത്രി സമ്പത്തിനെയും ആടുമാടുകളെയും ഒക്കെ ഒന്ന് തൊട്ടു നോക്കൂ, അവൻ്റെ സൽപ്പേരിനെ ഒന്ന് തൊട്ടു നോക്കൂ, അപ്പോഴറിയാം അവൻ്റെ വിധം മാറുന്നതെന്ന് പിശാചി ദൈവത്തോട് വാദിച്ചു. അതേ ദൈവം പിശാചിനോട് വാദിച്ച് ജയിക്കുവാൻ യോബിനെ ആ പരീക്ഷകളിൽ കൂടെ ഒക്കെയും കടത്തിവിടേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഇതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മോട് ധരിപ്പിക്കുവാനുള്ളത്. നിൻ്റെ പ്രയാസഘട്ടങ്ങൾക്ക് വേണ്ടി നീ നോക്കിയിരിക്കരുത്. നിൻ്റെ വേദനയുടെ രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കരുത്. നിൻ്റെ നഷ്ടത്തിന് വേണ്ടി നീ കാത്തിരിക്കരുത്. ദൈവത്തോട് അടുക്കുവാൻ നിൻ്റെ നഷ്ടമല്ല നിനക്ക് കാരണമായി തീരുന്നത്, നിനക്ക് രോഗമല്ല നിനക്ക് കാരണമായി തീരേണ്ടത്. അത് നിൻ്റെ സ്ഥിര സ്വഭാവമാകുമ്പോൾ, ഒരു ഭക്തൻ സ്ഥിരമാനസനാകുമ്പോൾ അവൻ്റെ വഴികളൊക്കെയും ദൈവം ഏറ്റെടുക്കും. സിംഹത്തിൻ്റെ വായ് അടയ്ക്കുവാൻ, സിംഹക്കുഴിയിൽ അവന് മുൻപ് ദൂതന്മാരെ അയക്കുവാൻ, ദൈവത്തിന് ചില പ്രവൃത്തികൾ ചെയ്യുവാൻ, അങ്ങനെയുള്ള ഭക്തന്മാർക്ക് വേണ്ടിയാണ് ദൈവം ചില വ്യവസ്ഥകൾ ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തോട് അങ്ങനെ നിയമം ചെയ്ത ചില ഭക്തന്മാരെ നടത്തുവാൻ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് നമ്മുടെ മുൻപിൽ ഉണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിൽ കൂടെ നമ്മെ ബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നാം ദൈവസന്നിധിയിൽ ദൈവഭക്തിയിൽ സ്ഥിരമാനസരായിരിക്കണമെന്നുള്ളത് തന്നെ. ദൈവം സ്ഥിരമാനസരെ അന്വേഷിക്കുന്നു. അവരുടെ കഷ്ടതയിൽ നിലവിളിക്കുന്ന കൊച്ചു ശിശുക്കളെ പോലെയല്ല. ഏത് കഷ്ടതകളെയും നേരിടുവാൻ അവനാൽ ഞാൻ മതിലുകളെ ചാടിക്കടക്കുമെന്നുള്ളതായ ഒരു പ്രത്യാശയുള്ള ഒരു ഭക്തനെ ദൈവത്തിനെ അവൻ്റെ പൂനയിൽ വെച്ചുകൊണ്ട് ആയുധമായി ദൈവത്തിന് ശത്രുവിൻ്റെ മുൻപിൽ ഉപയോഗിക്കുവാൻ ദൈവത്തിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാർത്ഥനയ്ക്കായി, ഒരു ഉപവാസത്തിനായി, ഒരു കണ്ണുനീരിനായി, ഒരു മുട്ടുകുത്തലിനായി ഒരു അനർത്ഥം നിനക്ക് വേണമോ? ഒരു 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 വിനാശം നിനക്ക് വേണമോ? ഒരു നഷ്ടം നിനക്ക് വേണമോ? നോ, അങ്ങനെയല്ല. നിൻ്റെ നഷ്ടത്തിലും ലാഭത്തിലും ഉയർച്ചയിലും താഴ്ചയിലും വേദനയിലും സൗഖ്യത്തിലും ബലത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അനേക ശത്രുപരമായിട്ടുള്ള അനേക ദുർഘടങ്ങളിലും അനേക എതിരാളികൾ നിന്നോട് പോരിടുമ്പോഴും നിനക്കെതിരായി അനേക ശത്രുക്കൾ ഉയരുമ്പോഴും അവർ നിനക്കെതിരായിട്ടല്ല, ഒരു ദിവസം അനുകൂലമായി സംസാരിക്കുമ്പോഴും അപ്പോഴും നീ മുമ്പേ ചെയ്തു വന്നതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത്. 3 നേരം നിന്റെ പാതകളിൽ, നിന്റെ പ്രവൃത്തികളിൽ, നിന്റെ പരീക്ഷകളിൽ കാണാമറയത്ത് ഇരുട്ടത്ത് സഞ്ചരിക്കുന്ന സംഹാരം, അനേക സംഹാരങ്ങൾ നിനക്കെതിരായി സഞ്ചരിക്കുന്നു. നിനക്കത് കാണുവാൻ കഴിയത്തില്ല എങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതൊക്കെയും വെളിവായിരിക്കുന്നു. നിനക്കെതിരായി എന്ത് ഈ ശത്രു ഏത് ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. നിനക്കറിയില്ല, പക്ഷേ ദൈവത്തിനറിയാം. ദാനിയേലിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ. അവൻ ഇതൊക്കെ അറിഞ്ഞ് അവനെതിരായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നതായ അല്ലെങ്കിൽ പാസ്സാക്കിയിരിക്കുന്നതായ ആ പാർലമെൻറ്റിൽ എഴുതി പാസ്സാക്കിയിരിക്കുന്ന നിയമമായിരിക്കുന്ന നിയമത്തെ രാജാവ് മുദ്രയിട്ട് വെച്ചിരിക്കുന്നതായ നിയമത്തെക്കുറിച്ച് ദാനിയേലിന് അല്പം പോലും ചിന്തയില്ല. അവൻ കുലുങ്ങിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നിനക്കെതിരായി പൊങ്ങുന്ന ഈ ഏത് ശത്രുവിൻ്റെ പ്രവൃത്തിയിലും നീ ചഞ്ചലനായി നിൽക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ
പ്രത്യാശയുള്ളവനായി നിൽക്കണമെങ്കിൽ നിനക്ക് വരും ദിവസങ്ങൾ ദൈവസന്നിധിയിൽ മുമ്പേ ചെയ്തു വരുന്ന ഒരു പ്രവൃത്തി നിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയായി കണക്കിടുമാറാക്കണം. നിനക്കൊരു ദൈവത്തോട് ഒരു സ്ഥിരമാനസമായിട്ടുള്ളതായ മാറ്റിക്കൂടാത്തതായ ഒരു വ്യവസ്ഥ, ദൈവഭക്തിയോടുള്ളതായ ഒരു വ്യവസ്ഥ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭവനങ്ങളിൽ അനുഗ്രഹം അത് മഴ പോലെ പെയ്യും. ദൈവത്തിന് സ്തോത്രം. ഒരു ശത്രുവിനും അവനെ താളടിയാക്കുവാൻ കഴിയില്ല. അവൻ്റെ പ്രവൃത്തികൾ യഹോവയാൽ നിയന്ത്രിക്കപ്പെടും. അവൻ ബലവാനെന്ന്, ദൈവം ബലവാനെന്ന് അവനിൽ കൂടെ ദൈവം അനേകർക്ക് വെളിപ്പെടുത്തും. ഗാഡ് ബ്ലെസ് യു.